പൊട്ടത്തെറിയാണ് വിളിക്കുന്നത്. പൂവാ എന്റെ കൂടെ ആര് അഭിനയിച്ചില്ല അവരുടെ കൂടെ ഞാൻ പോയെന്നാണ് പറയുന്നത്. ഭർത്താവ് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നെ വൾഗർ രീതിയിലുള്ള സാധനം അശ്ലീല. സുധി നിവാസ് എന്ന് പറയുന്ന ഒരു വീടുണ്ടായിരുന്നു അവർക്ക് പണ്ട്. എനിക്കറിയില്ല, അവർ പറഞ്ഞു കേട്ടാണ് സുചേട്ടൻ. ചേട്ടൻ്റെ ആ മെമ്മറി ഉള്ള ആ ഒരു സ്പ്രേയില് വിയർപ്പിന്റെ മണമാണത്. അതെന്തായിരുന്നു ശരിക്കും അന്ന് സംഭവിച്ചത്? കാരണം നമുക്കൊരു പരിധി ഉണ്ടല്ലോ എല്ലാത്തിനും. ഒരു മനുഷ്യനല്ലേ നമ്മള് മൃഗത്തിന് വരെ ദേഷ്യം വരത്തില്ലേ? ആളുടെ എപ്പോഴത്തെ സ്വപ്നമായിരുന്നു ഒരു വീട് പണിത് നമുക്ക് അങ്ങനെ പേരിടണം, അല്ലെങ്കിൽ സുധി കുട്ടി എപ്പോഴും പറയാറുന്നത്. സുധി നിവാസ് എന്ന് പറയുന്ന ഒരു വീടുണ്ടായിരുന്നു അവർക്ക് പണ്ട്. എനിക്കറിയില്ല, അവർ പറഞ്ഞു കേട്ടാണ് സുചേട്ടൻ. എറണാകുളത്ത് അവർ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ജോലിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവർ ചെറുപ്പത്തിൽ 3-4 വയസ്സുള്ളപ്പോൾ അവർ അവിടെ നിന്ന് വിറ്റ് വന്നെന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ ഉണ്ടായിരുന്നപ്പോൾ സുധി നിവാസ് എന്ന് പറയുന്നൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ അത് ആളുടെ എപ്പോഴത്തെ സ്വപ്നമായിരുന്നു ഒരു വീട് പണിത് നമുക്ക് അങ്ങനെ പേരിടണം, അല്ലെങ്കിൽ സുധി കുട്ടി എപ്പോഴും പറയാറുന്നത്. അപ്പം അത് സുധി നിവാസ് അല്ലെങ്കിലും സുധി ലയിച്ചു ചേർന്നൊരു വീടായിട്ട് തന്നെ അത് ഇപ്പം നമുക്കൊരു പുതിയ വീട് കിട്ടി. ഈ രേണുവിന്റെ ജീവിതത്തിലേക്ക് പിന്നീട് വന്നാൽ ഇപ്പം ആളുകൾ പല രീതിയിൽ ഈ പറഞ്ഞ ആൽബത്തിൽ അഭിനയിക്കുന്നതും റീൽ ചെയ്യുന്നതിനും ഒക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ പറയുന്നുണ്ട്. വലുതല്ലല്ലോ, അതിലപ്പുറമല്ലേ. വലുതൊന്നും പറയാൻ പറ്റത്തില്ല എന്റെ കാര്യത്തിൽ, അതിലപ്പുറം. പക്ഷെ ഈ പറഞ്ഞ ഈ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ശരിക്കും രേണുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഫൈനാൻഷ്യലായിട്ട് ഈ പറഞ്ഞ ഒരു കുടുംബം നോക്കണം, അല്ലെങ്കിൽ ഈ കുടുംബത്തിന് രേണു മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കറന്റ് വർക്കിംഗ് ആയിട്ടുള്ള രേണു മാത്രം. ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കാറുണ്ടോ? ഈ നെഗറ്റീവ് പറയുന്നവർക്കല്ലേ, അവർക്ക് പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ അവരെന്നെ കുറ്റപ്പെടുത്തുന്നത്. അവരുടെ വീട്ടിലൊരു കുട്ടിയായിരുന്നെങ്കിൽ അവരിങ്ങനെ പറയൂല, ഇല്ലേ? വീട്ടിൽ ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, നീ എന്തിനാണ് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത്, പുറത്തു പോയി എല്ലാം. പക്ഷെ ഇവർക്ക് എന്താണ് എന്നിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്നെ കുറ്റം പറഞ്ഞ് നേടുന്ന എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നും വിഷയമല്ല, കാരണം ഓരോരുത്തരുടെ മനസ്സിലാണ് നെഗറ്റീവും പോസിറ്റീവും. ഇവർക്ക് ഇത് സ്ഥിരം പറയുന്നവരാണ് ഈ സ്ഥിരം കമൻ്റ് ഇടുന്നത്. അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഞാൻ ഇവരെ പേഴ്സണലി എനിക്ക് അറിയത്തില്ല, ഇവരെ ആരെയും. ഇവരുടെ അടുത്ത് അങ്ങോട്ട് കയറി ചൊറിയാൻ പോയിട്ടില്ല, അങ്ങോട്ടും ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല, തെറി വിളിക്കാൻ പോയിട്ടില്ല, ആരടുത്ത് അങ്ങോട്ട് കുറേ ഒന്നിനും പോകണില്ല. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നു. ചെറിയ വരുമാനത്തിൽ നിന്ന് ഞാൻ വീട്ടിൽ നോക്കുന്നു. മൂത്ത മോനാളിനും പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്, കാരണം അവനെ പഠിപ്പിക്കുന്ന ഫ്ലവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള ചെലവൊന്നും. ഈ പഠിപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം ഒരു ചാനലിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്ന പോർഷൻ ഫ്ലവേഴ്സ് ആണല്ലോ പഠിപ്പിക്കുന്നത്, അതുണ്ടായിരുന്നല്ലോ. അല്ല, കമന്റ് ആയിട്ട് അവർ അതിനെപ്പറ്റി ഡീറ്റെയിൽ എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ പറയുന്നിടത്ത് ഫ്ലവേഴ്സാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ രണ്ടും ഇരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് ഫ്ലവേഴ്സാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് ചെറിയ അവന് പോക്കറ്റ് മണി എന്തെങ്കിലും കൊടുത്താൽ മതി. ഇപ്പം അവന് ചാനലുണ്ട്, സന്തോഷമായിട്ട് പോകുന്നത്. എനിക്കും ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട്, മോനും ഉണ്ട് ചാനൽ, ഒക്കെ തുടങ്ങിയതേ ഉള്ളൂ. ചാനൽ തുടങ്ങാൻ എന്തായിരുന്നു കാരണം? ഒരുപാട് പേര് പറയും, രേണു ചാനൽ തുടങ്ങണം, ചാനൽ നിന്റെ വിശേഷങ്ങളൊക്കെ അറിയണം. അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് ഫോണും കാര്യങ്ങളും ആരും ഇല്ലായിരുന്നു കൈത്താങ്ങലായിട്ട്. ഇന്നും ഫോണൊന്നും ഇല്ല, ഫോണൊക്കെ ആയി വരണതേ ഉള്ളൂ, വരും, മുന്നോട്ട് വരട്ടെ. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് തന്നെയാണ് നമുക്കത് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ ലൈവിൽ വന്നിട്ട് ഒരുപാട് പേര് ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് ശരിക്കും രേണുവിനെ അങ്ങനെ ചൂടായിട്ട് നമ്മൾ ആരും കണ്ടിട്ടുമില്ല. അങ്ങനെ അതെന്തായിരുന്നു ശരിക്കും അന്ന് സംഭവിച്ചത്? കാരണം നമുക്കൊരു പരിധി ഉണ്ടല്ലോ എല്ലാത്തിനും, ആ പരിധി വിട്ടാണോ? ഒരു മനുഷ്യനല്ലേ നമ്മള് മൃഗത്തിന് വരെ ദേഷ്യം വരത്തില്ലേ? നമ്മളും ജീവിയാണ്, ഒരു മനുഷ്യനാണ്. നമുക്ക് ചോരയും നീരും ഒക്കെ ഉള്ള, ഇനി നീരില്ലായിരിക്കും ചോരയുള്ളൊരു മനുഷ്യന്. ഞാൻ ഇച്ചിരിയല്ലേ ഉള്ളൂ, നമുക്ക് എവിടെയാ ചോരയും നീരെന്ന് ചോദിക്കും. അത് ചോദിക്കും. എൻ്റെ ശരീരത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. കാരണം എനിക്ക് സ്ലിം ബോഡിയാണ് എനിക്കിഷ്ടം, എൻ്റെ ഹസ്ബൻഡിനും അതായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ചേട്ടന് ഇതായിരുന്നു ഇഷ്ടം, ഒരുപാട് വണ്ണം വെക്കുന്ന ഇഷ്ടമല്ല. സോ ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തത്, അത് എൻ്റെ ഇതാണ്. ഒരുപാട് പേരെന്നോട് ചേച്ചി എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് കൂടെ പറഞ്ഞതാ എന്നാണ് പറയാറുള്ളത്. പിന്നെ എനിക്ക് എൻ്റെ ബോഡി, ഈ പറയുന്ന ബോഡി ഷേമിങ്ങിനൊന്നും ഞാൻ മൈൻഡ് ചെയ്യാത്തന്നെ. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ ബോഡിയെ സ്നേഹിക്കുന്നു, സന്തോഷം, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. സോ എനിക്ക് നെഗറ്റീവ് ഈ പറയുന്ന ആരും എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ടൊന്നും അല്ല ഈ പറയുന്നത്. അതൊക്കെ പോട്ടെ, ലൈവിൽ വന്ന് എന്നെ വിളിച്ച് അട്ടപ്പാടി എടി കോളനി, ഞാൻ കോളനിയിൽ തന്നെ ജീവിച്ച ആളാണ്. എനിക്ക് കോളനിയിൽ നിന്ന് വിളിക്കുന്നതിന് ഒരു അപമാനമില്ല. നീ എന്തിനാണ് അങ്ങനെ വിളിച്ചെന്നേ ചോദിച്ചില്ല. പിന്നെ മുതുക്കി തള്ളേന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു, നീ അടി തള്ളച്ചി ഇതൊക്കെ ലൈവിൽ പറഞ്ഞതാണ്. ഫീമെയിൽ പ്രൊഫൈലിലാണോ?
പ്രൊഫൈൽ ഏതാന്ന് നമുക്ക് ഒന്നാമത്തെ കാര്യം എൻ്റെ പൊന്നനിയ ഈ സാധനങ്ങളൊക്കെ ഏത് പ്രൊഫൈലിൽ നിന്നാന്ന് ആർക്കറിയാം. ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും. ഫേക്ക് ആണെന്ന് പറയുന്നത്, ഫേക്ക് ആണല്ലോ അതൊരു മനുഷ്യനല്ലേ, ഒരു വ്യക്തിയല്ലേ ഇരുന്ന് ചെയ്യുന്നത്. അവൻ അവൻ്റെ മുഖം മൂടി അവൻ്റെ യഥാർത്ഥ മുഖം കാണിക്കാൻ പറ്റാത്തവനാണ് ഫേക്ക് എന്ന് വരുന്നത്. അവനെന്നെ നേരിട്ട് കണ്ട ഈ ഇതല്ലായിരിക്കും, എന്നെ സ്നേഹത്തോടെ വന്ന് സംസാരിക്കുമായിരിക്കും, അവനാണല്ലോ അവളാണെങ്കിലും. ഇല്ലേ, ഒരുത്തർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫൈൽ, ഞാൻ എൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ തിരിച്ച് മറുപടി കൊടുക്കാറുള്ളത്. ഞാൻ ചെന്നിട്ട് എനിക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല, അത് വേറെ കാര്യം. ഉണ്ടാക്കിയാലും ഞാനിട്ട് ചെയ്യത്തുമില്ല, എനിക്കറിയില്ല പ്രൊഫൈൽ ഫേക്ക് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ഈ ഫേക്ക് ഉണ്ടാക്കിയിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ള തീരുമാനമുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ എൻ്റെ മുഖം കൊണ്ട് തന്നെ വന്നിട്ടാണ് ഞാൻ മുഖം മൂടിയൊന്നുമല്ല ഞാൻ റിപ്ലൈ കൊടുത്തത്. തള്ളച്ചി എന്ന് വിളിച്ചു. ഞാൻ എൻ്റെ വായിന്ന് തെറി വീണോന്ന് എനിക്കറിയത്തില്ല. ഞാൻ തെറി അങ്ങനെ തിരിച്ച് ഞാൻ പറയത്തില്ല. തെറി എന്നെ കട്ടത്തെറിയാണ് വിളിക്കുന്നത്. അപ്പം ഇവർക്കൊക്കെ എതിരെ എങ്ങനെയാണ് ഇവരൊക്കെ നല്ലവരാണോ എന്നെ തെറി വിളിക്കുന്നവർ? ഞാൻ തിരിച്ച് തെറി വിളിച്ചില്ല. തള്ളച്ചി പൊടി എടി എന്നൊക്കെ വിളിച്ചു. എന്നെ എടി പൊടി എന്ന് വിളിച്ചാൽ ഞാൻ അവരെ എന്താ വിളിക്കേണ്ടത്? അട്ടപ്പാടി, കോളനി, പല്ലി, എലിമോന്ത. എന്നെ നേരിട്ട് കാണുന്നവരാരും എന്നെ ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം. പിന്നെ ഓരോ ക്യാമറ ആംഗിളും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഷേപ്പ് മാറും. എന്നെ ആര് നേരിട്ട് കണ്ടാലും പറയുന്നത് രേണുസുതി അതേ അല്ല, ഇതാണ് രേണുസുതി, ഇങ്ങനെയാണ്. എന്നെ ആരും ബോഡി ഷേമിങ് നേരിട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഹെയ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓന്ത്, പല്ലി, ഞാൻ അതിനൊന്നും ഒരു നെഗറ്റീവ് ഞാൻ അവരെ ഒന്നും പറയുന്നില്ല. ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ തന്നെയാണ്. ട്രാൻസ്ജെൻഡർ എനിക്ക് അവരെ ഇഷ്ടമാണ്, അവരും മനുഷ്യരാണ്, ഞാൻ അവരെ ബഹുമാനിക്കും. ഈ ആദ്യ കാലഘട്ടങ്ങളിൽ റീല് ചെയ്യുമ്പോഴും കമന്റുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ സോഷ്യലി ഒരു കണ്ടീഷനിങ് ഉണ്ടല്ലോ. ഇപ്പൊ ഭർത്താവ് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നാണ് ആദ്യകാലത്തെ കമന്റുകളിൽ നിന്നും വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഈ ആളുകള് ഇപ്പൊ കമന്റിന്റെ കൂട്ടത്തിൽ ഇവോൾവ് ആവുന്നുണ്ടല്ലോ. നമുക്ക് ഗ്രേഡ് കൂട്ടി ചീത്ത വിളിക്കാം. ചീത്ത ശരിക്കും ചീത്തേക്കാൾ കൂടുതൽ എന്താണെന്ന് സഹിക്കാൻ പറ്റും. നമുക്ക് ചീത്തയൊക്കെ ഓക്കെ. എന്റെ പൊന്നെ, വൾഗർ രീതിയിലുള്ള സാധനം അശ്ലീലം അങ്ങോട്ട് കയറ്റി ഇതിന് മാത്രം എന്താ ഇൻബോക്സിലും ഉണ്ട്, DM PM അല്ല പറയാം, അതിലും വരും. ഇഷ്ടം പോലെ വരും. മറ്റോളെ മറിച്ചോളെ നീ അവൻ്റെ കൂടെ അങ്ങനെ പോയില്ലേടി. ഞാൻ ആരുടെ കൂടെ അഭിനയിച്ചാലും അല്ലെങ്കിൽ എൻ്റെ കൂടെ ആര് അഭിനയിച്ചാലും അവരുടെ കൂടെ ഞാൻ പോയെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല എന്തുവാന്ന്. ദാസേട്ടൻ ഏറ്റവും കൂടുതൽ, അത് ഞാൻ ഇപ്പം പറയാൻ വന്ന ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ദാസേട്ടൻ കോഴിക്കോടാണ്. അദ്ദേഹം എൻ്റെ ഒരു ബ്രദറാണ്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പുള്ളിയുടെ സിസ്റ്ററാണ്. പുള്ളി മറ്റുള്ളവരോട് അഭിനയിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ അഭിനയിക്കുന്ന കാര്യമാണ് ഞാൻ അറിയാം. അവരുടെ അടുത്തൊക്കെ അവർ സിസ്റ്റേഴ്സും ബ്രദറും ആയിരിക്കും. എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് അറിയേണ്ട കാര്യമില്ല. അവർ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറയണം, എൻ്റെ ബ്രദറാണ് അദ്ദേഹം. അദ്ദേഹം ഒരുപാട് പേരോട് അഭിനയിക്കുന്നതാണ്. അവരൊക്കെ കൂടെ അഭിനയിക്കുന്ന എന്താണ്, നല്ലൊരു മനുഷ്യനായിട്ടല്ലേ. എന്ത് പറഞ്ഞാലും വരുവേടി, നീ അവൻ്റെ കൂടെ അല്ലേടി, നീ അവൻ്റെ മണം ഉണ്ടാക്കടി ഒക്കെ പറയും. ഈ ശരിക്കും പറയല്ലേ, ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രനോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞൊരു മറുപടി ഉണ്ട്. കാരണം അവരായി അവരുടെ ജീവിതം, അവരെ നിങ്ങൾ ജീവിക്കാൻ വിടുക എന്നാ ലക്ഷ്മി പറഞ്ഞു. ആ കുട്ടി കറക്റ്റ് അല്ലേ പറഞ്ഞു? ലക്ഷ്മി പറഞ്ഞു കറക്റ്റ് അല്ലേ? ലക്ഷ്മി ഒരു ആങ്കറാണ്. വല്ലപ്പോഴും മെസ്സേജ് അയക്കാറേ ഉള്ളൂ, അല്ല ഞാനും തിരക്കല്ലേ, ഞാനും ചെറിയ രീതിയിൽ തിരക്കല്ല. ലക്ഷ്മി പറഞ്ഞതിൽ ആളുകൾക്ക് കുറെ കാര്യങ്ങൾ ഇത് ചെയ്തിരുന്നു. കാരണം ശരിക്കും അങ്ങനെയാണ്, അവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നോക്കാൻ വേണ്ടി ആളുകൾക്ക് ഒരു ത്വര ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് എന്റെ ജീവിതത്തിലോട്ട് ഉറ്റു നോക്കാൻ നല്ല ത്വര ഉണ്ടായിരിക്കും ആൾക്കാർക്ക്. ഈ ശരിക്കും ഈ ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് ശരിക്കും ആ തരത്തിൽ ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അഭിനയിക്കാൻ പോയപ്പോഴും? എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞില്ല. സിനിമ ചെയ്യുന്നുണ്ട്, ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും സിനിമ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ മോശമായിട്ട്, സുധിച്ചേട്ടൻ്റെ വൈഫ് എന്ന രീതിയിൽ എന്നെ എല്ലാവരും നല്ല ബഹുമാനത്തോടാണ് കാണുന്നത്. എനിക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇൻബോക്സിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്? ഇൻബോക്സിൽ ഇൻസ്റ്റയിലൊക്കെ വരാറുണ്ട് ഒരുപാട്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. റിക്വസ്റ്റിനകത്ത് വന്ന് കിടക്കും ഓരോന്ന്, അതൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. ഈ ശരിക്കും ഇപ്പോൾ പല രീതിയിലുള്ള ഇപ്പോൾ സോഷ്യലി ആണെങ്കിൽ ഇപ്പോൾ സ്പ്രേയുടെ കാര്യത്തിൽ, ഇപ്പോൾ സുചേട്ടൻ്റെ സ്പ്രേയുടെ കാര്യത്തിൽ സ്പ്രേ അടിക്കാറുണ്ടോ? അതൊക്കെ പിന്നീട് ഈ പറഞ്ഞ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് അത് കണ്ടന്റായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞൊരു മെമ്മറി നമ്മൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരാളുടെ ഇതിൽ ശരിക്കും ആ തരത്തിലൊക്കെ ആളുകൾ അത് തെറ്റായിട്ട് എടുത്തു എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം സ്പ്രേ അടിക്കാന്ന് ആ സ്പ്രേ അടിച്ചുകൊണ്ട് നമ്മൾ ഡെയിലി പോവാന്നല്ലല്ലോ. നമുക്ക് അയാളുടെ പ്രസൻസ് നമ്മൾ സേവ് ചെയ്യാണ് ശരിക്കും അതിനകത്ത് ചെയ്യുന്നത്.
തെറ്റായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെട്ടോ? എൻ്റെ വർത്തമാനം കൊണ്ടാണോ എന്താ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇപ്പം അനിയൻ ഒരു ഫ്രണ്ട്സ് അല്ലേ, നമ്മൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷർട്ട് മാറി ഇടുമല്ലോ. ഇട്ട ഷർട്ട് ഒരു ഫ്രണ്ട് വന്ന് മേടിക്കുക, എടാ നല്ല ഷർട്ടാണല്ലോ നീ ഇങ്ങോട്ട് ആയോ എന്ന് പറഞ്ഞ് നീ അലക്കാത്ത ഷർട്ട് നീ കൊടുക്കുക. നീ ഒരുപാട് യാത്ര ചെയ്ത് വന്ന് ചെളിയോ അല്ലെങ്കിൽ വിയർപ്പൊക്കെ ഉള്ളത് അവനിട്ട് ഇടാൻ വേണ്ടിയിട്ട് മറന്നു, എടാ ഇത് അലക്കിയിട്ടില്ലേടാ ഈ ഇത് വേണ്ടാന്ന് പറഞ്ഞ് തരുവല്ലേ ഉള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ഒരു, അതായത് ഞാൻ പറഞ്ഞു വന്നത് സുധിച്ചേട്ടൻ്റെ ആ മെമ്മറി ഉള്ള ആ ഒരു സ്പ്രേയിൽ വിയർപ്പിൻ്റെ മണമാണ് അതിൽ കൂടുതലും. വിയർപ്പ് ഒരു വേറൊരു ബാഡ് സ്മെല്ലാണ്. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാനിതങ്ങനെ അടിച്ചിട്ട് പോവാം, അത് അടിക്കാനുള്ളതല്ല, അടിച്ചാൽ തീർന്നു പോവില്ലേ. പിന്നെ ലക്ഷ്മി ഞാൻ ചെന്ന് ചോദിക്കുകയാണ് വരണ്ടേ, അതുകൊണ്ടാണ് അത് അടിക്കാൻ പറ്റില്ല. അത് ഇവിടെ ഇരിപ്പുണ്ട്, അതിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ, അടിക്കാൻ പറ്റില്ല. ആളുടെ മെമ്മറിയാണ് ഇതെങ്ങനെ അടിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. വ്യാഖ്യാനിച്ച വേറെ വഴിയിലാണ്. അയ്യോ എന്തൊക്കെ ട്രോൾ ഇറങ്ങി. അവൾക്ക് ഇത്രയും നാളും സ്പ്രേ അടിപൊളിയായിരുന്നു, ഇപ്പോൾ അവൾക്ക് ചീഞ്ഞ നാറ്റമാണ്, കൊണ്ട് കളഞ്ഞു എന്നൊക്കെ, പൊട്ടിച്ച് കളഞ്ഞു എന്തൊക്കെയാ എനിക്കറിയത്തില്ല. അതാണ് ഇവിടെ ഇരിക്കണത്, ഈ സ്പ്രേ അതാണ് ഇവിടെ ഇരിക്കണത്, അത് പൊട്ടിച്ച് കളഞ്ഞെന്നൊക്കെയാ പറയുന്നത്. എനിക്കറിയത്തില്ല. എന്ത് പറഞ്ഞാലും കണ്ടന്റ് ആവുന്നൊരു ആ ഒരു എന്നെ ചെയ്യാനാ, ഞാൻ എന്ത് പറഞ്ഞാലും അത് കണ്ടന്റാണ്. അത് കണ്ടന്റ് ആക്കാൻ വേണ്ടി കുറെ ഇപ്പോ ഈ പറഞ്ഞ എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലക്ഷ്മിയുടെ അടുത്ത് അത് ചോദിച്ചത് ഒരു കണ്ടന്റിന് വേണ്ടി കൂടെ ആണല്ലോ രേണുവിനെ കുറിച്ച് ചോദിച്ചത്. ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോടിനെ കാണുമ്പോൾ രേണുവിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ ഒരു കണ്ടന്റിന്റെ ഭാഗം, നമ്മളൊരു കണ്ടന്റ് ആയിട്ട് എത്ര നാള് കാണുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. കാണുന്നിടത്തോളം കാണാൻ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാനാ എനിക്കറിയില്ല. ഈ കിച്ചു ശരിക്കും എന്താ ഇതിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നത്? കാരണം കിച്ചു ഏറ്റവും പുതിയ ജനറേഷനിലാണ് കിച്ചു വരുന്നത്, കിച്ചു പഠിക്കുന്ന ഒരാളുകൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കിച്ചുവിന്റെ ലൈഫിൽ ഈ പറഞ്ഞ ഇത്തരം നെഗറ്റിവിറ്റീസ് ബാധിക്കുന്നതായിട്ട് കിച്ചു അവനൊന്നും, അവന്റെ ഫ്രണ്ട്സ് പോലും അവനോടൊന്നും പറയത്തില്ല, ഉള്ള കാര്യം പറയല്ല. അവന് ഫ്രണ്ട്സ് ഉണ്ട്, അവന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയാം, അവരാരും ഇന്നലെ. കാരണം അവന് അറിയാം അവൻ്റെ അമ്മ എന്താ ഇങ്ങനെയാണെന്നറിയാം. അവൻ പിന്നെ ഈ സോഷ്യൽ മീഡിയ കണ്ട് അവൻ സ്ക്രോൾ ചെയ്ത് വിടും, അല്ലെങ്കിൽ കണ്ടിങ്ങനെ അങ്ങ് പോകും, അല്ലാതെ അതിനെപ്പറ്റി അഭിപ്രായവും പറയൂല. അവനതിൻ്റെ ആവശ്യം, അവൻ അങ്ങനെ ഒരാളാണ്. ഞാനും അമ്മയും അവനും തമ്മിലുള്ള ബന്ധം എന്തിനാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഓരോരുത്തരും നിങ്ങളെന്താണ് ഫോട്ടോ ഇടാത്ത, നിങ്ങളെന്താ റീൽ ഇടാത്ത, ഞങ്ങൾ രണ്ടും ഒരുമിച്ച്. എന്തിനാ അത് ചെയ്യുന്നത്? ഞാനങ്ങനെ റീലും കൊണ്ട് വന്ന് എന്നെ ഓടിക്കും. അമ്മ പോയ മാർഗേ ഞാൻ ഇന്നത്തില്ല. അങ്ങനെ ഒരിതാണ് അവൻ. അവനോട് ഞാൻ അവനെ പിടിച്ചിരുത്തി റീൽ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് എന്തിനാണ് അത് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ? അവന് അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അവൻ കാണും, അത് ചിരിക്കും, അത് ചിരി, അത് അമ്മയെ അഭിനയിക്കുന്നു, ഇത്രയേ ഉള്ളവൻ. അല്ലാതെ അതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും അവൻ നിൽക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ല അവന്. ഈ പപ്പ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അവരോട് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയാറുണ്ടോ? പിന്നെ പറയാറുണ്ടെന്നേ, ഓരോരുത്തരൊക്കെ പറയുമ്പോൾ അവര് പറയാം എൻ്റെ മകള് അവളിപ്പോൾ പോകുന്നതുകൊണ്ടാണ്, അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുടുംബം കഴിയുന്നത്, അവർ പറയാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കസിൻസിനൊക്കെ അറിയാന്നേ. ഇപ്പം കസിൻസൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തുവാ കൊച്ചിനെ പറ്റി പറയുന്നത്, ഞങ്ങൾക്കറിയാമല്ലോ, എന്നെപ്പറ്റി അറിയാം എല്ലാവർക്കും, അതുകൊണ്ട് കുറ്റപ്പെടുത്തത്തില്ല ആരും കസിൻസ് ഒന്നും. ഇനി പപ്പയോടും അമ്മയോടും ഒക്കെ വേറെ വല്ല വെറുതെക്കാർ പറഞ്ഞാലേ ഉള്ളൂ. അല്ല, അവര് ഇതിനോട്, കാരണം അവർക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അത്ര ബന്ധമൊന്നുമില്ല, അതിനോട് അത്രയും ഇതായിട്ടിരിക്കണം. പക്ഷെ അവര് ബാധിക്കുന്നതായിട്ട് തോന്നാറുണ്ടോ ശരിക്കും? എനിക്ക് ചിലപ്പോ അയ്യോ ഇവരിതൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാണോ ഇവരിന്റെ, കേൾക്കുന്നുണ്ടോ? കാരണം ഞങ്ങൾ ഫ്രണ്ട്ലി ഒന്നുമല്ല പപ്പ അമ്മയായിട്ടൊന്നും. ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി അല്ല ഞങ്ങൾ. പപ്പ ആണെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് വളർത്തിയത്, അമ്മയാണല്ലോ അധികം അങ്ങനെ ഫ്രണ്ട്ലി ഒന്നും. എന്നാലും അവരുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മളെ സ്നേഹിച്ചൊക്കെ തന്നെയാണ് വളർത്തുന്നത്. അപ്പം എടി ബോഡി അമ്മ എന്നൊക്കെ പറഞ്ഞ ബന്ധം ഇപ്പോഴല്ലേ, ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ എന്നാലും ഇതൊക്കെ ഇവര് കാണുന്നുണ്ടോ? ഈശ്വര, ഈ വൃത്തികളൊക്കെ ഇവര് കാണുന്നുണ്ടോ എന്നെ പറ്റി എഴുതുന്നത്? പക്ഷെ കുഴപ്പമൊന്നുമില്ല അവർക്ക്, അവര് കാണുന്നൊക്കെ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എന്നെ കേൾപ്പിച്ച് അവരൊന്നും പറയൂല കേട്ടോ, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഈയിടെയാണ് അറിയുന്നവർ ഇതൊക്കെ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഞാനിപ്പം ഈ ടോക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ ജീവനായിരുന്നു. കാരണം ഷൂട്ടിന് പോകുന്നതിന് മുന്നേ കാല് തൊട്ട് വന്നിച്ചിട്ടേ പോകത്തുള്ളൂ. അവിടെ ആകുമ്പോൾ കൊല്ലത്തെ അമ്മയുടെ, ഇവിടെ ആകുമ്പോൾ എൻ്റെ പപ്പയുടെ അമ്മയുടെ, അങ്ങനെയാണ് സുധിച്ചേട്ടൻ പോകുന്നത്. തിരിച്ചു വരുമ്പോഴത്തേന് ഇവർ ഉറങ്ങുവാണെങ്കിൽ എഴുന്നേറ്റ്, പുള്ളി ഭയങ്കര ആക്റ്റീവാണ്, അടുക്കളയിലാണ് എപ്പോഴും. അതുകൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ വന്നിട്ടില്ല, കാപ്പി വരെ ഉണ്ടാക്കി എൻ്റെ കയ്യിൽ തരുമായിരുന്നു, ബിസ്ക്കറ്റ് പൊട്ടിച്ച് തരും. അങ്ങനെ ഒരാളായിരുന്നു ആള്. ഞാൻ പണി ചെയ്യിച്ചിട്ടല്ല, സുധിച്ചേട്ടനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന ആളല്ല ഞാൻ അങ്ങോട്ട് വിളമ്പി കൊടുത്ത് പറയും, ഭയങ്കര കെയർ. അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ പറയും വേണ്ട, ഞാൻ അങ്ങോട്ട് വിളമ്പി തരാം. വന്നോണ്ടേ ഷൂട്ട് കഴിഞ്ഞ് വന്നോണ്ടേ ഫുഡ് ഉണ്ടെങ്കിൽ അന്നേരം ദോശയൊക്കെ ഉണ്ടെങ്കിൽ അമ്മയും പപ്പയും എഴുന്നേൽപ്പിച്ച് അവർക്ക് തീറ്റിച്ചിട്ടേ കിടക്കത്തുള്ളൂ.